Hello friends, welcome to our channel. അപ്പോൾ നമ്മുടെ പുതിയ നിങ്ങൾ ഓൾറെഡി തമിഴിലും കാരണം കണ്ടായിരിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കും ഇപ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് അതായത് അവരുടെ കോബ്രയുടെ ക്രെഡിറ്റ് കാർഡ്സിലേക്ക് പുതിയ കസ്റ്റമേഴ്സിനെ എടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. പുതിയ RBIയുടെ റൂള് അതിൻ്റെ റൂളിൻ്റെ ഫുള്ളി കോംപ്ലയൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നത്. ഇത് ടെമ്പററി ആണ്, പെർമനന്റ് ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്കറിയാം ഫെഡറൽ ബാങ്കിന് ഇപ്പോൾ കുറേ ഇഷ്യൂ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ അവരെ കോബ്രന്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ സ്കാപ്പിയ കാർഡ് അതൊക്കെ അവരുടെ കോബ്രന്റെ ക്രെഡിറ്റ് കാർഡുകളാണ്. സ്കാപ്പിയ കുറേ ഉണ്ട് വേറെ അവരുടെ. അതിലൊന്നും ഇപ്പോൾ ഓൾറെഡി കുറച്ച് കാലം മുമ്പേ സ്കാപ്പിയൊക്കെ ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഉള്ള ലിമിറ്റുകളൊക്കെ കുറച്ചും വരുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ ഫെഡറൽ ബാങ്കിന്റെ കുറേ സൈഡിൽ നിന്ന് ഇഷ്യൂ സംഭവം ഒന്നുണ്ട്. അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിന്റെ കാർഡുകൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സ്കാപ്പിയ കാർഡ് പക്ഷേ അത്യാവശ്യം നല്ല കാർഡായിരുന്നു കേട്ടോ. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ അത്രേ ഉള്ളൂ. ഞാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ അത് ട്രാവൽ ക്രെഡിറ്റ് കാർഡാണ്, പോലെ തന്നെ ലൈഫ് ടൈം ഫ്രീയും ആണ്. പക്ഷേ ഇപ്പം അപ്ലൈ പുതിയ ആൾക്കാർക്ക് കിട്ടുന്നതും ലിമിറ്റ് കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഫെഡറൽ ബാങ്കിന്റെ ഇഷ്യൂ ഭയങ്കരമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വൺ കാർഡായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വൺ കാർഡ് ഓൾറെഡി ഇവരുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുക ഫെഡറൽ ബാങ്കിന്റെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു സർവീസ് സംഭവമൊക്കെ നോർമൽ പോലെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇനി പുതിയ ഓൺ ബോർഡിങ് കസ്റ്റമേഴ്സിനെ അവർ എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വന്നിരിക്കുന്ന റൂൾ. അതായത് അവരുടെ പുതിയ വന്നിരിക്കുന്ന RBIയുടെ റൂള് കറക്റ്റായിട്ട് ഇംപ്ലിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഇനി പുതിയ കസ്റ്റമേഴ്സിനെ എടുക്കുന്നുള്ളതാണ് പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പററി ആണ് കേട്ടോ, പെർമനന്റ് ഒന്നുമില്ല. അപ്പോൾ ഓൾറെഡി കാർഡ് ഉള്ളവരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ കാർഡ് എടുക്കുന്നത് താല്പര്യവർക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ടെമ്പററി ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അത് നിങ്ങൾക്കറിയാം ഇപ്പോൾ സ്കാപ്പിയ തന്നെ കുറച്ച് മാസങ്ങൾക്കായിട്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ഓൺ ബോർഡിംഗ് ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളൊരു 10 പേര് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഒരു 9 പേര് റിജക്ട് ആവുന്നുണ്ടായിരുന്നു ഡയറക്ട്ലി. അപ്പോൾ അത് ഓൾറെഡി അവർ അപ്പം തന്നെ നമുക്കറിയാം എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പാണ് അവർ എന്താ പറയുക ലിമിറ്റ്. ഇപ്പോൾ 1 ലക്ഷം ലിമിറ്റുള്ളവർക്കൊക്കെ 20,000 കുറച്ചിട്ടുണ്ടായിരുന്നു. 2 ലക്ഷം ലിമിറ്റുള്ളവർക്ക് 20,000 കുറച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാസ്റ്റിക്കലി ലിമിറ്റൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കാലം തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഫെഡറൽ ബാങ്കിന്റെ ഇഷ്യൂസ്. അപ്പോൾ അത് ഈ RBIയുടെ റൂൾസിന് കറക്റ്റായിട്ട് കോംപ്ലയൻസ് ആവാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇഷ്യൂ വന്നിരിക്കുന്നത്. അത് ഇനി കറക്റ്റ് ചെയ്തിട്ടാണ് ഇനി ബാക്കി ഒരു ഇപ്പോൾ ഓൾറെഡി പുതിയ കസ്റ്റമേഴ്സിനെ എടുക്കുന്നുള്ളൂ. ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് നോർമൽ പോലെ തന്നെ വർക്ക് ചെയ്യുന്നു മാത്രമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ എൻ്റെ ഓൾറെഡി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വൺ കാർഡ് ഉണ്ട്. ഫെഡറൽ ബാങ്കിന്റെ കാർഡ് എൻ്റെ ഒന്നുമില്ല, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ സ്കാപ്പിയ കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കാപ്പിയ കാർഡ് നമുക്ക് കിട്ടിയില്ല. എൻ്റെ ഓൾറെഡി ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ അവരുടെ നോർമൽ കാർഡ് ലൈഫ് ടൈം ഫ്രീ കാർഡുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. ഞാൻ പക്ഷേ അപ്ലൈ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല, ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത കാർഡാണ്. അപ്പോൾ ചുമ്മാ ഒരു കാർഡ് എടുത്ത് വെക്കാനല്ലോ വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്കാപ്പിയ കാർഡ് കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്കാപ്പിയ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചിട്ടിരിക്കുകയാണ് ഞാൻ. എന്തായാലും ഇപ്പോൾ ഈ ഇഷ്യൂ സംഭവമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്. പിന്നെ നല്ല എന്താ പറയുക അവരുടെ ഇപ്പോൾ ഫെഡറൽ ബാങ്കുകാരുടെ പ്രീമിയം കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല അവരെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ പിന്നെയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ആകെ അലമ്പായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ നമുക്കത് 0 ബാലൻസ് അക്കൗണ്ട് ആയിരുന്നില്ല. അപ്പോൾ കുറച്ച് ഇപ്പോൾ തന്നെ അതിൽ ബാലൻസ് സംഭവം ഇല്ലാണ്ട് തന്നെ മൈനസ് ബാലൻസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ സ്കാപ്പിയ കാർഡ് ഞാൻ ഫെഡറൽ ബാങ്കിന്റെ കാർഡ് നോക്കുകയാണെങ്കിൽ റെക്കമെൻഡേഷൻ വരുന്നത് എന്തായാലും സ്കാപ്പിയ കാർഡ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒറ്റ കാർഡ് അവരുടെ നല്ലതൊന്നുമല്ല. പിന്നെ ഫ്രീ ആയതുകൊണ്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയ എപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാര്യം നോക്കി കഴിഞ്ഞാലും അവർക്ക് ഡയറക്റ്റ് കാർഡൊന്നും ഇല്ല. അത് കുറച്ച് കാലം മുമ്പ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാർഡ് ഇറക്കുന്നത്. ഇപ്പോൾ റീസെന്റ് വൺ കാർഡ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നുണ്ട്. പിന്നെ വൺ കാർഡ് കാർഡിൻ്റെ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വൺ കാർഡ് എൻ്റെ ഓൾറെഡി ഉണ്ട്. അതിന് ഇഷ്യൂ ഒന്നുമില്ല, സുമ്പായിട്ട് സാധാരണ പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് പുതിയ റൂൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. GHH വേൾഡ് എന്നാണ് ചാനൽ പേര്. നമ്മളതിൽ ടെക് ന്യൂസ്, മൂവി ന്യൂസ്, ഫിലിം അപ്ഡേറ്റ്സ്, അതുപോലത്തെ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ലിങ്ക് കാണിക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറക്കണ്ട. അടുത്ത കാണാം.